കായംകുളം മൂലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. 21-ന് ആറാട്ടോടെ ദശദിന മഹോത്സവം സമാപിക്കും. കായംകുളം കീരിക്കാട് തെക്ക് 334 നമ്പർ SNDP ശാഖായോഗത്തിന്റെ മൂലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ ദശദിന മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി ശിവഗിരിമഠം സ്വാമി ശിവനാരായണ തീർത്ഥ, മേൽശാന്തി ബിനീഷ് രാജ് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നത്. ശാഖായോഗം വൈസ് പ്രസിഡന്റ് MK പ്രദീപ്, സെക്രട്ടറി മണിക്കുട്ടൻ, ദേവസ്വം സെക്രട്ടറി രാജഗോപാലൻ, ശിശുപാലൻ, അജിത് കുമാർ, പത്മാക്ഷൻ, ബാബു, ശിവപ്രസാദ്, പ്രവീൺ, വിഷ്ണുരാജ, സോമൻ, രാധാകൃഷ്ണൻ, വിഷ്ണുദാസ് എന്നിവർ നേതൃത്വം നൽകി. മൂലേശ്വരി മഹാദേവന്റെ തിരുവുത്സവത്തിലുള്ള തൃക്കൊടിയേറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ക്ഷേത്ര സങ്കല്പം അനുസരിച്ച് യോഗനിദ്രാഭാവത്തിലുള്ള ദേവൻ യോഗനിദ്ര വിട്ടുണരുന്ന കാലമാണ് കൊടിയേറ്റ് സമയം. കൊടിയേറിക്കഴിഞ്ഞാൽ ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം, ഏതെങ്കിലും രീതിയിലുള്ള പ്രകൃതിദത്തമായ ചൈതന്യലോഭമുണ്ടായാൽ ആ ചൈതന്യം പൂർത്തീകരിക്കുന്ന ചടങ്ങാണ് ഉത്സവാചടങ്ങൾ. പല രീതിയിൽ ചൈതന്യലോഭം ഉണ്ടാകാം. അപ്പോൾ അതിനൊക്കെ പരിഹാരമായി ഭഗവാന്റെ കലകളെ കലശത്തിലൂടെയും ശ്രീഭൂതബലിയിലൂടെയും മറ്റെല്ലാ രീതിയിലുള്ള പൂജാതി ചടങ്ങുകളിലൂടെയും ആ ദേവൻ്റെ കലകൾ, എല്ലാ കലകളും 64 കലകളാണ്. 64 കളുടെ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഓരോ ചടങ്ങുകൾ നടക്കുന്നത്. ഈ ഉത്സവാദി ചടങ്ങളിൽ ഈ നാട്ടിലെ മുഴുവൻ സജ്ജനങ്ങളെയും മഹാദേവൻ്റെയും ഭദ്രകാളി അമ്മയുടെയും തിരുസന്നിധാനത്തിലേക്ക് ഭക്തി ആദരപൂർവ്വം സാധിക്കുന്നു. എല്ലാവർക്കും മഹാദേവൻ്റെയും ഭഗവതിയുടെയും അനുഗ്രഹം അനുസ്യൂതമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്സവത്തോടനുബന്ധിച്ച് തിരുമുടി എഴുന്നള്ളത്ത്, നൃത്തസന്ധ്യകൾ, ഭജൻസ്, നാടകം എന്നിവയും നടക്കും. 21-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കായംകുളം.